വർഷമായി നിലനിന്നിരുന്ന ഒരു അഴിമതി ഭരണത്തിനെതിരെ തിളക്കമാർന്ന ഒരു വിജയമുണ്ടാക്കി കയ്യിൽ കൊടുത്തിട്ട് കൈകാര്യം ചെയ്യാൻ കഴിയാതെ കോഴിക്കുഞ്ഞിന് പഴുതാര കിട്ടിയതുപോലെ കിടന്ന് നട്ടം തിരിയാണ് എന്ന് ഓർക്കുമ്പോ സങ്കടല്ലേ ഞമ്മക്ക്. നമ്മളെ കൂടെ തെരഞ്ഞെടുപ്പ് നടന്ന തമിഴ്നാട്ടിൽ റിസൾട്ട് കിട്ടി 2 വർഷം പോലും പഴക്കമില്ലാത്ത ഒരു പാർട്ടിയുടെ നേതാവായി വിജയ് എന്ന് പറയുന്ന ഒരു ജനനായകൻ സത്യപ്രതിജ്ഞ ചെയ്ത് കൊടുങ്കാറ്റായിട്ട് തമിഴ്നാട്ടിൽ ആഞ്ഞു വീശുമ്പോൾ നമ്മളിപ്പോഴും മുഖ്യമന്ത്രിക്ക് വേണ്ടിയിട്ട് പൊരി വെയിലത്ത് കൊട പോലും ഇല്ലാതെ നട്ടം തിരിയാണ്. വിജയിന്റെ പാർട്ടിയുടെ ജനങ്ങൾ നെഞ്ചിലേറ്റി തെരഞ്ഞെടുപ്പ് ഫലം അനുകൂലമാക്കി കൊടുത്തത് 2 വാക്കുമല. ഒന്നാമതായിട്ട് ഓൻ പറഞ്ഞത് 23-ാം തീയതി എന്ന് പറയുന്ന ഒരു ദിവസം ഞാൻ പറയുന്നത് നിങ്ങൾ കേട്ടാൽ വരാനിരിക്കുന്ന 5 വർഷം നിങ്ങൾ പറയുന്നത് ഞാൻ കേൾക്കുന്ന പറഞ്ഞത്. 10,000 പങ്കെടുത്ത സത്യപ്രതിജ്ഞ ചടങ്ങിൽ കൂടെ സത്യപ്രതിജ്ഞ ചെയ്ത ആളുകളോട് നെഞ്ചിലേറ്റിയ 10,000 സാക്ഷി നിർത്തിയിട്ട് വിജയ് പറഞ്ഞു, നമ്മൾ ജയിച്ചു വന്നതാണ് എന്ന് കരുതിയിട്ട് ആർക്കെങ്കിലും ഇനി ഒരു കളി കളിക്കാം എന്നുള്ള ഉദ്ദേശം ഈ നിൽക്കുന്നവരുടെ ഉള്ളിലുണ്ട് എങ്കിൽ ഇവിടെ വെച്ച് അവസാനിപ്പിക്കണം. സ്വന്തം കൂടെ നിൽക്കുന്ന ആളുകളെ മുഖത്ത് നോക്കി നെഞ്ചിലേറ്റിയ 10,000 സാക്ഷിയാക്കിയിട്ട് ഇങ്ങനെ ഒരു ആർജവത്തോടെ സംസാരിക്കാൻ കഴിയുന്ന എത്ര നേതാവുണ്ട് നമ്മുടെ നാട്ടിൽ. ഇനിയിപ്പോ ഉള്ള കുപ്പായം അഴിച്ചു വെച്ച് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മറ്റൊരു കുപ്പായിട്ട് കളിക്കളത്തിൽ ഇറങ്ങി അഥവാ ജനവിധി എങ്ങാനും എതിരാവുകയാണ് എങ്കിൽ ആ ആളെ പിന്നെ PC ജോർജും മകനും ചാടിയ കുളത്തിൽ കാക്കേണ്ടി വരുമോ എന്ന ഒരു ആശങ്കയും സത്യം പറഞ്ഞപ്പോ ജനങ്ങളുടെ ഉള്ളിലുണ്ട്. കഷ്ടകാലം പിടിച്ചോൻ തലമൊട്ടടിച്ച സമയത്ത് കല്ലുമഴ പെയ്തു എന്ന് പറഞ്ഞതുപോലെ അഴിമതി വിരുദ്ധ വികാരം നിങ്ങളെ ഏൽപ്പിച്ച സമയത്ത് അവസാനം ഇത് നിങ്ങളെ കയ്യിൽ നിന്ന് കിട്ടാൻ തല വീണ്ടും മൊട്ടയടിക്കേണ്ടി വരുമോ എന്നാണ് ഇപ്പൊ ഞങ്ങൾ ആലോചിക്കുന്നത്.